ഒരു നിയമങ്ങളും ചട്ടങ്ങളും ഇല്ല. നിങ്ങൾക്ക് എന്നെ വേട്ടയാടൽ രക്തത്തിന് വേണ്ടിയാണല്ലോ ദാഹിച്ചത്. ഉണ്ണിക്ക് ദാഹിക്കുന്നുണ്ടോ? അത് വേണേ കുറച്ച് തരാം. ഈ രക്ത ജ്യൂസ് കുടിച്ചിട്ടാണ് പോവാ. പക്ഷേ ഈ രാജ്യത്തിന് വേണ്ടിയാണ് ഞാൻ പോരാടുന്നത്. ഞാൻ രാജിവെച്ചു എന്തുണ്ടെന്ന് നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും. സാർ, നിങ്ങൾ ചിന്തിക്കുന്ന പോലെയല്ല ഞാൻ ചിന്തിക്കുന്നത്. എന്റെ രാഷ്ട്രീയവും എന്റെ മുന്നണിയും എന്റെ പാർട്ടിയും ഇതിനെല്ലാം ഉയർന്ന് ചിന്തിക്കുന്നു. ആ ഉയർന്ന ചിന്തയുടെ ഭാഗമായിട്ട് ഞാൻ ചിന്തിച്ചു, ഈ വേട്ടയാടലിൽ നിന്ന് ഈ നാടിനെ തകർക്കാൻ ശ്രമിക്കുന്ന ശക്തികൾക്ക് വേണ്ടി, കേരളത്തിന്റെ വ്യവസായത്തെ മുഴുവൻ തകർക്കാൻ നോക്കുന്നവർക്ക് വേണ്ടി രംഗത്തിറങ്ങിയിരിക്കുകയാണ് മാധ്യമങ്ങളെല്ലാം. സർ, 2 ആഴ്ചക്കാലം ഇവിടുത്തെ ദൃശ്യമാധ്യമങ്ങളിൽ എന്തെങ്കിലും ഒരു വാർത്തയുണ്ടായിരുന്നു? ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിച്ചപ്പോൾ ഉണ്ടായിരുന്നോ? സർ, 12 ദിവസമായിട്ട് ഇവിടുത്തെ 14 ദിവസമായിട്ട് ഇവിടുത്തെ പത്രങ്ങൾ ഉണ്ടായിരുന്നോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ചിന്തിക്കുന്നവർ ചിന്തിക്കട്ടെ. ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ? എന്തിനായി വേട്ടയാടിയത്? സത്യത്തിനും നീതിക്കും വേണ്ടിയിട്ടാണോ? അഴിമതിക്കെതിരായിട്ട് നടപടിയാണോ? എന്തിനു വേണ്ടിയാണ് നടത്തിയത്? ഇവിടുത്തെ മാഫിയ സംഘങ്ങള് നമ്മുടെ വ്യവസായത്തെ കൊള്ളയടിക്കുന്ന, കേരളത്തിന് വെളിയിലുമൊക്കെയുള്ള വൻ തോക്കുകള് ഈ കേരളത്തിന്റെ സമ്പത്ത് തട്ടിയെടുക്കാൻ ശ്രമിച്ചപ്പോൾ അതിന് ഈ ഗവൺമെന്റ് കൂട്ടുനിൽക്കില്ല, എന്നെ സ്വാധീനിക്കാൻ കഴിയില്ല എന്ന് നിലവന്നപ്പോൾ എന്തും രണ്ടും കൽപ്പിച്ച് പുറപ്പെട്ടു. സാർ, എനിക്ക് ഭീഷണി ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ അത് പറഞ്ഞു നടക്കാറില്ല. അമ്പും വില്ലും കൊണ്ട് ചാവണോ? ബോംബ് വേണോ? അതോ പിസ്റ്റൾ മാത്രം മതിയോ? അകത്തുനിന്നും പുറത്തുനിന്നും ഭീഷണി ഉണ്ടായിരുന്നു. ഒരുപക്ഷെ അതെ, രാജ്യത്തിനകത്ത് വിദേശത്ത്. അത് വി.ഡി. സതീശനും PT നിങ്ങൾ രണ്ടാളും തന്നെ. മൂല്യങ്ങൾ സംരക്ഷിക്കാനാണ് ജയരാജൻ രാജിവെച്ചതെന്ന് മുഖ്യമന്ത്രി പിണറായി. അപ്പോൾ മൂല്യങ്ങൾക്ക് പോറലേറ്റു എന്ന് മുഖ്യമന്ത്രി സമ്മതിക്കുകയാണ്. സംഭവം ഗൗരവമുള്ളതാണെന്ന് ആദ്യം തന്നെ മുഖ്യമന്ത്രി പറഞ്ഞതാണ്. രാജിയെ മുഖ്യമന്ത്രിയും ജയരാജനും മാതൃകാ നടപടിയായി വാഴ്ത്തുന്നു. കേരളത്തിലെ വ്യവസായത്തെ രക്ഷിക്കാൻ തുടങ്ങിയ ജയരാജനെതിരെ മാധ്യമങ്ങൾക്ക് പണം നൽകി വാർത്ത എഴുതിച്ചു എന്നുവരെ പറഞ്ഞു കളഞ്ഞു. കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നടന്നു പോകുന്ന വഴിയിലൂടെ നടന്നു പോകാൻ നിങ്ങൾ എരിഞ്ഞു വന്ന് ജനിച്ചിട്ട് വരണം. അത്തരത്തിലുള്ള മുഖ്യമന്ത്രി, അദ്ദേഹത്തെ ചളിവാരി എറിയാൻ, കളങ്കപ്പെടുത്താൻ നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വഴിയാണിത്. സത്യമാണോ ഈ പറയുന്നത്? ചരിത്രം നിങ്ങൾക്ക് മാപ്പ് തരില്ല. നിങ്ങൾ കുറ്റക്കാരനായിരിക്കും. നിങ്ങൾ നടത്തിയിട്ടുള്ള ഈ വ്യായാമം മാഫിയ സംഘത്തിന് വേണ്ടിയിട്ടാണ്. എന്തുകൊണ്ട് ഇത് നേരത്തെ പറഞ്ഞില്ല? കേരളത്തിന്റെ പൊതുസമ്പത്ത് കൊള്ളയടിക്കുന്നവർക്ക് വേണ്ടിയാണ്. മാധ്യമങ്ങൾക്ക് മുഴുവൻ പണം കൊടുത്തിട്ടാണ് ഈ പ്രചാരണം സംഘടിപ്പിച്ചത്. ഈ തരത്തിൽ തെറ്റായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ട് കീഴ്പ്പെടുത്താമെന്ന് നിങ്ങൾ ധരിക്കരുത്. ഈ കേരളത്തിന്റെ താല്പര്യം ഞാൻ ഉയർത്തിപ്പിടിച്ചു എന്ന അന്തസ്സോടുകൂടി, അഭിമാനത്തോടുകൂടി ഞാൻ ആ സ്ഥാനത്തുനിന്ന് വിടാനിടയായിട്ടുണ്ട് എന്ന കാര്യം അങ്ങയെയും ഈ സഭയെയും അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു സാർ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയമാണല്ലോ. അഴിമതി ആരോപണങ്ങളും വിജിലൻസ് അന്വേഷണവും വന്നപ്പോൾ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും അന്നത്തെ സർക്കാരും സ്വീകരിച്ച ഉദാത്ത നിലപാടിനെ കുറിച്ച് പിണറായി. UDF ഗവൺമെന്റ് കാലത്ത് മന്ത്രിമാർക്കെതിരെ അഴിമതി ആരോപിച്ച് ഒട്ടേറെ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ട അനുഭവം നമ്മുടെ മുന്നിലുണ്ട്. ആ കാലത്ത് തെളിവില്ല എന്നായിരുന്നു ഒരു ഭാഗത്ത് മറുപടി. തെളിവ് കാണിക്കുമ്പോൾ നിയമത്തിന്റെ വഴിക്ക് പോകും എന്നായിരുന്നു സാർ മറുപടി. നിയമം എതിരാകുമ്പോഴോ കോടതിയെല്ലാം തീരുമാനിക്കട്ടെ എന്നായിരുന്നു മറുപടി. സാർ, കോടതി കുറ്റക്കാരനെന്ന് വിധിച്ചാലോ? ജനകീയ കോടതിയിലാണ് എനിക്ക് വിശ്വാസം. സാർ, ജനങ്ങളും എതിരായാലോ? മനസാക്ഷിയുടെ ശക്തിയിലാണ് വിശ്വാസം. ഇത്തരത്തിലുള്ള ഒരു അഴകുഴമ്പൻ നിലപാടും LDFനില്ല സാർ. EP ജയരാജന്റെ വിശദീകരണം കേട്ടപ്പോൾ അടിയന്തര പ്രമേയ അവതാരകനായ V.D. സതീശന്റെ പോലും മനസ്സലിഞ്ഞു. അത്രയ്ക്ക് നിഷ്കളങ്കമായിട്ടായിരുന്നു വിശദീകരണം. സാർ, വ്യവസായ മന്ത്രി രാജിവെച്ചു. പക്ഷെ ഇന്ന് അദ്ദേഹം നടത്തിയ പ്രസംഗം കേട്ടപ്പോൾ എനിക്ക് വളരെ പ്രയാസം തോന്നി.
സാർ ഇത്രയും ഒരു വിശദീകരണം കൊടുക്കാൻ ആ പാവത്തിന് ക്യാബിനറ്റിൽ ഒരു അവസരം കൊടുക്കണ്ടേ സർ? ആ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഒരു അവസരം ഈ പാവത്തിന് കൊടുത്തോ സർ? ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് വിശദീകരിക്കാൻ അദ്ദേഹത്തിന്റെ നിഷ്കളങ്കത തെളിയിക്കാനുള്ള ഒരു അവസരം അങ്ങ് കൊടുത്തോ? പിള്ളേച്ച ശവത്തെ കുത്തരുത്. വിജിലൻസ് കൂട്ടിലടയ്ക്കപ്പെട്ട തത്തയാണ് എന്ന് ഇപ്പോൾ ആർക്കും അഭിപ്രായമില്ല. പക്ഷേ കൂട്ടിൽ നിന്ന് ഇറങ്ങിയ തത്തയ്ക്ക് എന്ത് സംഭവിച്ചു എന്നതിന്റെ പേരിലാണ് തർക്കം. സാർ, കൂട്ടിലെ തത്ത പുറത്തു വന്നോ? ചുവന്ന കാർഡും മഞ്ഞക്കാർഡും ഒക്കെ എവിടെ പോയി സാർ? ഇല്ല, മഞ്ഞക്കാട് പോക്കറ്റിലുണ്ട്. സാർ, കൂട്ടിലെ തത്ത കൂട്ടിൽ നിന്ന് പുറത്തു വന്നില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ആ തത്ത ഇപ്പോഴും കൂട്ടിൽ നിന്ന് പുറത്തു വന്ന് ക്ലിഫ് ഹൗസ് കോമ്പൗണ്ടിന്റെ അകത്തിങ്ങനെ പറഞ്ഞിറങ്ങിയ പുറത്തേക്ക് പറയാൻ അതിന് പറ്റുന്നില്ല സാർ. തത്തയുടെ കാല് തല്ലിയൊടിച്ച് ചിറക് മുഴുവൻ ഇല്ലാതാക്കി അവിടെ ഇട്ടിട്ട് തത്തേനെ ഇങ്ങനെ കളിപ്പിക്കുന്ന കളി അത് ഞങ്ങൾക്ക് ശീലമില്ല. ഞങ്ങള് തത്തയായിട്ട് തന്നെ നിന്നോട്ടെ എന്നാണ്. അതിന് യാതൊരു പ്രയാസവും ഇല്ല. അതിന് എല്ലാ സ്വാതന്ത്ര്യവും കൊടുക്കും. ഈ പാർട്ടിയെ കുറിച്ച് ഒരു ചുക്കും നിങ്ങൾക്ക് അറിയില്ല എന്നാണ് അങ്ങ് പാർട്ടി സെക്രട്ടറി ആയിരുന്നു. സാർ, ഇപ്പൊ ഞങ്ങൾക്ക് കുറേശ്ശെ ഞങ്ങൾക്ക് മനസ്സിലായി. യോഗ്യരായ ബന്ധുക്കൾക്ക് നിയമനം നൽകരുത് എന്ന